വയനാട്ടിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. പുൽപ്പള്ളി സെന്റ് ജോർജ് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ. അതേസമയം പോളിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. പോളിന്റെ ഭാര്യയ്ക്ക് സർക്കാർ ജോലി നൽകാനും കുട്ടികളുടെ പഠന ചെലവ് കടബാധ്യതയും ഏറ്റെടുക്കാനും തീരുമാനമായി. ADM പോളിന്റെ വീട്ടിലെത്തി ഉത്തരവ് വായിച്ചു കേൾപ്പിച്ചു. ഉറപ്പ് ലഭ്യമായതോടെ പ്രതിഷേധക്കാർ മൃതദേഹം ആംബുലൻസിൽ നിന്നും വീട്ടിലേക്ക് ഇറക്കിയത്. അതേസമയം വയനാട് MP രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജും ഷിബുവും വയനാട്ടിൽ നിന്ന് ചേരുകയാണ്. ഇപ്പോൾ ആന്റണി ജിസ് ജോർജിലേക്ക് പോകാം. ആന്റണി, എന്തൊക്കെയാണ് വയനാടൻ MP സന്ദർശനം, മറ്റ് സർക്കാർ നടപടികളൊക്കെ? തീർച്ചയായിട്ടും ഒരു പകൽ നീണ്ട വലിയ പ്രതിഷേധമാണ് ഇന്ന് വയനാട് സാക്ഷ്യം വഹിച്ചത്. വലിയ പ്രതിഷേധം പുൽപ്പള്ളിയിൽ ആദ്യം രാവിലെ മൃതദേഹവും പോളിന്റെ മൃതദേഹവും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് എത്തിച്ചപ്പോൾ മുതൽ വലിയ പ്രതിഷേധം അവിടെ അരങ്ങേറി. ജനപ്രതിനിധികൾക്ക് നേരെ വരെയും വലിയ രീതിയിലുള്ള ജനരോഷം ആളുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും വൈകുന്നേരത്തോടു കൂടി പോളിന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഏതായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ ഒരു സർക്കാർ ഇടപെടലടക്കം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ഈ വന്യജീവി ആക്രമണങ്ങളിൽ ഒരു ഉന്നതതല യോഗം വിളിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മാസം 20-ന് വയനാട്ടിൽ വെച്ച് യോഗം ചേരാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആ യോഗത്തിൽ വയനാട്ടിലെ എല്ലാ ജനപ്രതിനിധികളും MLA-മാരടക്കം അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ അടക്കം പങ്കെടുക്കുന്ന ഒരു യോഗം ആണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അതിനു പുറമെ ഇപ്പോൾ വയനാട് MP രാഹുൽ ഗാന്ധി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവിടേക്ക് എത്തിയില്ല എന്നുള്ളൊരു വിമർശനം ശക്തമായി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പടമലയിൽ അജീഷ് എന്നൊരു ചെറുപ്പക്കാരൻ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. അന്ന് മുതൽ വലിയ രീതിയിലുള്ള ഒരു വിമർശനം രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ടായിരുന്നു. ഏതായാലും രാഹുൽ ഗാന്ധിയും വൈകുന്നേരത്തോടുകൂടി ഏതാണ്ട് 8 മണിയോടുകൂടി രാഹുൽ ഗാന്ധിയും വയനാട്ടിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. 5 മണിക്ക് ഉത്തർപ്രദേശിലാണ് ഇപ്പോൾ രാഹുൽ ഉള്ളത്. അവിടെ നിന്ന് രാഹുൽ ഗാന്ധിയും എത്തും. ഏതായാലും ഇപ്പോൾ പോളിന്റെ സംസ്കാര ശുശ്രൂഷകൾ തുടരുകയാണ്. ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കാൻ ഏതായാലും തീരുമാനിച്ചിരിക്കുന്നു. പ്രതിഷേധക്കാർ അല്ലെങ്കിൽ നാട്ടുകാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകളുമായി മുന്നോട്ട് പോകാൻ ബന്ധുക്കളും നാട്ടുകാരും തീരുമാനിച്ചിട്ടുള്ളത്. രാവിലെ 50 ലക്ഷം രൂപ നൽകണമെന്നൊരു ആവശ്യമാണ് പ്രധാനമായും നാട്ടുകാർ ഉന്നയിച്ചത്. എന്നാൽ 10 ലക്ഷം രൂപ ഇപ്പോൾ നൽകാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. പുൽപ്പള്ളി പഞ്ചായത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് അത്തരമൊരു തീരുമാനം വന്നത്. പിന്നീട് ഈ 50 ലക്ഷം രൂപ നൽകാനുള്ള ശുപാർശ സർക്കാരിലേക്ക് നൽകാമെന്നും അറിയിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ ADM ഈ പുൽപ്പള്ളിയിൽ പാക്കത്തെ പോളിന്റെ വീട്ടിലേക്ക് എത്തി. അവിടെ വെച്ച് ഈ തുക കൈമാറാനുള്ള ഒരു കാര്യം 5 ലക്ഷം രൂപ കൈമാറാനാണ് എത്തിയത്. പക്ഷേ 10 ലക്ഷം രൂപ തന്നെ വേണം എന്നുള്ളൊരു കാര്യം നാട്ടുകാർ ഉന്നയിച്ചു. പിന്നീട് അത് നൽകാമെന്ന് ADM ഉറപ്പ് നൽകുകയും ചെയ്തു. അതിനു പിന്നാലെയാണ് സംസ്കാര ശുശ്രൂഷകൾ പാക്കത്തെ വീട്ടിൽ ആരംഭിച്ചത്. ഏതായാലും സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ അവിടെ പുരോഗമിക്കുകയാണ്. അജിംഷാദ്. തീർച്ചയായും ആന്റണി ജിസ് ജോർജ്, വലിയ പ്രതിഷേധമാണ്. അതായത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പ്രഖ്യാപിക്കുന്നു ഹർത്താൽ. അതിനുശേഷം വലിയ സമരങ്ങൾ ഇന്ന് നടക്കുന്നു. മൃതദേഹം വിട്ടു നൽകാതെയുള്ള സമരം. പിന്നീട് അത് മാത്രമല്ല, മറ്റൊരു വന്യമൃഗാക്രമണത്തിൽ ചത്തുപോയ പശുവിനെയുമായി വനം വകുപ്പിൻ്റെ ജീപ്പിന് മുകളിലേക്ക് പ്രതിഷേധം തീർക്കുന്നു. ഇങ്ങനെ വയനാട് അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ നിർത്തുന്ന പ്രതിഷേധമായിരുന്നു. ഒടുവിൽ ജനപ്രതിനിധികൾക്കെതിരെയും 3 MLA-മാർക്കെതിരെയും കേളു, IC ബാലകൃഷ്ണൻ, T സിദ്ദീഖ് എന്നിവർക്കെതിരെയും പ്രതിഷേധവും കുപ്പിയേറും ഉണ്ടാകുന്നു. ഈ സാഹചര്യങ്ങൾ ഒടുവിൽ ഇതാ വയനാട് MP പോലും ദൂരെ യാത്ര നിർത്തി, ജോഡോ യാത്രയുടെ 2ാം യാത്ര നിർത്തിയിട്ട് ഇവിടേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷെ അതിനു മുമ്പ് സംസ്ഥാനം ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. എങ്കിൽ പോലും ഈ പ്രതിഷേധത്തിൻ്റെ കാരണമായ ഈ വന്യജീവി മനുഷ്യ സംഘർഷ ലഘൂകരണ പദ്ധതികൾ സംബന്ധിച്ചൊരു ശാസ്ത്രീയ നിലപാടായിട്ടില്ല. വീണ്ടും ഇതിന് സമാനമായ തരത്തിലേക്ക് പ്രതിഷേധങ്ങൾ പോകാനുള്ള സാഹചര്യം ഇപ്പോഴും വയനാട്ടിൻ്റെ മുകളിൽ പറന്നു നിൽക്കുന്നുണ്ട്. ആന്റണി ജിസ് ജോർജ്. തീർച്ചയായും അത് തന്നെയാണ് അവരുടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായ അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ടായ വലിയ ഒരു ജീവിക്കാൻ ഒരു തരത്തിലും ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു നിലയിലേക്ക് അവിടെ കാര്യങ്ങൾ എത്തി എന്നുള്ളത് തന്നെയാണ് ആ പ്രതിഷേധത്തിലേക്ക്, ഇത്രയും വലിയൊരു ജനരോഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഒരാഴ്ച ആകുന്നില്ല വയനാട് പടമലയിൽ ഒരു മോഴയാനയുടെ ആക്രമണത്തിൽ അജീഷ് എന്ന ചെറുപ്പക്കാരൻ മരിച്ചിട്ട്. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ കുറുവാദ്വീപിലെ ജീവനക്കാരനായ പോള് ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ
മരിക്കുന്നത്. അതിന് പുറമെ നിരന്തരം കടുവ, പുലി, കാട്ടുപന്നി, കരടി അടക്കമുള്ള ജീവികളും നിരന്തരമായി നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം വയനാടിന്റെ മേഖലയിലുണ്ട്. പലപ്പോഴും ആളുകളൊക്കെ അവരുടെ ജീവിത മാർഗങ്ങളടക്കം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന സാഹചര്യം, പശുക്കളെ അടക്കം, കടുവ അടക്കം, പുലി അടക്കം ഒക്കെ ആക്രമിക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ട്. ഇതിനെതിരെ ഒരു സ്ഥിരമായ ഒരു പരിഹാരം വേണമെന്ന ആവശ്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിൽ ഒരു കൃത്യമായ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി, അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്ന് പറയുന്നത്. കാരണം ഈ നിരന്തരം വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അതിൽ യോഗം നടത്തി അത് പിരിയുന്നതിനപ്പുറത്തേക്ക് അത് നടപ്പാക്കപ്പെടേണ്ട, അല്ലെങ്കിൽ അതൊരു പ്രായോഗിക തലത്തിലേക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിൽ ഭരണകൂടം പരാജയപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ പ്രധാനമായും ഉയരുന്ന ഒരു വിമർശനം. ഇന്നിപ്പോൾ ഹർത്താൽ അടക്കം 3 പാർട്ടികൾ അവിടെ നടത്തുമ്പോൾ പോലും എന്തുകൊണ്ട് ജനപ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു അല്ലെങ്കിൽ ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നൊരു വിമർശനം ശക്തമായി തന്നെ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ വലിയ പ്രതിഷേധത്തിനിടയിൽ ജനപ്രതിനിധികൾക്ക് നേരെ പോലും നാട്ടുകാർ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. ഏതായാലും ഇക്കാര്യത്തിലൊരു ശാശ്വതമായ പരിഹാരം വേണം എന്നുള്ളത് തന്നെയാണ് ഈ നാട്ടുകാർ മുന്നോട്ട് വെക്കുന്ന ഒരാവശ്യം. കാരണം ഇത് അതിരൂക്ഷമായി തന്നെ മാറുകയാണ് വയനാട്ടിലെ ജീവിതം. ഇത്തരത്തിൽ നിരന്തരമായി വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു. ഇപ്പോൾ നേരത്തെ മനുഷ്യജീവന് അധികം ഈ അടുത്ത കാലങ്ങളിൽ വലിയ ഭീഷണി ഉണ്ടായിരുന്നില്ലെങ്കിൽ മറിച്ച് അത് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. നാട്ടിലിറങ്ങുന്ന കാട്ടാനകൾ അടക്കം ആക്രമണത്തിലേക്ക് കടക്കുന്നു. 2-3 മാസം മുമ്പാണ് അവിടെ പുലിയുടെ ആക്രമണത്തിൽ ഒരു പുല്ലരിയാൻ പോയ ഒരാൾ മരിക്കുന്നത്. പിന്നാലെ അജീഷ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഈ കർണാടക റേഡിയോ കോളർ ഘടിപ്പിച്ച് വനത്തിൽ വിട്ട മോഴയാനയുടെ ആക്രമണത്തിൽ അജീഷ് എന്ന ചെറുപ്പക്കാരൻ പടമലയിൽ മരിക്കുന്നു. ആ കാട്ടാനയെ പിടിക്കാനുള്ള ദൗത്യം ഇപ്പോഴും തുടരുന്നു. ആ കാട്ടാനയെ പിടിക്കാൻ ഇതുവരെയും വനംവകുപ്പിനെ സംബന്ധിച്ച് സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി. അതിനിടയിലാണ് മറ്റൊരു കാട്ടാനക്കൂട്ടം ഈ കുറുവാദ്വീപിലെ ജീവനക്കാരനായ പോളിന്റെ ജീവനെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതിനിടയിൽ കടുവയടക്കം നാട്ടിലൂടെ പോകുന്ന കാഴ്ച അടക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഏതായാലും ആ ജനരോഷമാണ് ഇന്ന് പുൽപ്പള്ളിയിൽ അണപൊട്ടി ഒഴുകിയത്. അവിടെ രാഷ്ട്രീയ നേതൃത്വത്തിനപ്പുറത്തേക്ക് ജനങ്ങൾ തന്നെ സംഘടിച്ച് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അവിടെ നേതൃത്വം ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ തന്നെ അവരുടെ ജനരോഷവുമായി ഇറങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് തന്നെയാണ് ഈ ചർച്ചയിലടക്കം വലിയ പ്രതിസന്ധി ഉണ്ടായത്. ആരായി ചർച്ച നടത്തും, എങ്ങനെ തീരുമാനമെടുക്കും എന്നുള്ള ഒരു പ്രതിസന്ധി ഇന്ന് വയനാട് പുൽപ്പള്ളിയെ സംബന്ധിച്ച് ഉണ്ടാവുകയും ചെയ്തത്. ഏതായാലും അവർ മുന്നോട്ട് വെച്ച ഒരാവശ്യം, ഈ പോളിന്റെ കുടുംബത്തിന് ധനസഹായം 50 ലക്ഷം രൂപ ധനസഹായം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയതിനു ശേഷം മാത്രമാണ് ആ പ്രതിഷേധം അവസാനിച്ചത്. അതിന്റെ ഏറ്റവും രൂക്ഷമായ പ്രതിഷേധമാണ് നമ്മൾ ഇന്ന് വയനാട്ടിൽ കാണുകയും ചെയ്തത്. ഫോറസ്റ്റ് വകുപ്പിന്റെ വനം വകുപ്പിന്റെ ജീപ്പിന് നേരെ ആളുകൾ പ്രതിഷേധവുമായി എത്തി. ഇന്ന് രാവിലെ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പശുവിന്റെ ജഡം ആ ജീപ്പിന് മുകളിൽ കെട്ടിവെച്ച് അതിൽ റീത്ത് വെച്ചടക്കം പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനിടെ ഈ ജനപ്രതിനിധികൾ, ഈ പോളിന്റെ മൃതദേഹം അവിടെ നിന്ന് കൊണ്ടുപോകാനെത്തിയ ടി സിദ്ദിഖ്, അതുപോലെ തന്നെ IC ബാലകൃഷ്ണൻ, കേളു അടക്കമുള്ള ജനപ്രതിനിധികൾക്ക് നേരെ ജനങ്ങൾ തിരിയുന്ന സാഹചര്യം ഉണ്ടായതായാലും അത്തരത്തിൽ വലിയ പ്രതിഷേധം തന്നെ തുടരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ സർക്കാർ ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിൽ ഈ സ്ഥിരമായി വന്യജീവി ആക്രമണം തടയാൻ ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാമെന്നുള്ളൊരു തീരുമാനം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ എടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും ഒരു ജീവൻ എടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇത്തവണ ഒരു ജനരോഷത്തിന്റെ ഇതുവരെയുള്ള ചിത്രം ആന്റണി ജോർജ്, ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട പോളിന്റെ ശവസംസ്കാര ചടങ്ങുകൾ പള്ളിയിൽ പുരോഗമിക്കുകയാണ് അല്ലേ? തീർച്ചയായിട്ടും ഇന്ന് ഏതായാലും ഈ ആവശ്യങ്ങൾ അംഗീകരിച്ച സാഹചര്യത്തിൽ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കാൻ ബന്ധുക്കൾ തീരുമാനിക്കുകയായിരുന്നു. ഏതാണ്ട് ഉച്ചയോടുകൂടി തന്നെ പോളിന്റെ മൃതദേഹം പാക്കത്തെ വീട്ടിൽ എത്തിച്ചിരുന്നു. അവിടെ സംസ്കാര ശുശ്രൂഷകൾ പൂർത്തിയാക്കി ഇപ്പോൾ മൃതദേഹം പുൽപ്പള്ളി സെന്റ് ജോർജ് പള്ളിയിൽ എത്തിച്ചിരിക്കുകയാണ്. അവിടെ സംസ്കാര ശുശ്രൂഷകൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണത്. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ വലിയ ഒരു പ്രതിഷേധം നാട്ടുകാരുടെ വീട്ടിലും വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. ആദ്യം ഈ ധനസഹായം അടക്കം നൽകുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ആദ്യം ആംബുലൻസിൽ നിന്ന് ഈ മൃതദേഹം ഇറക്കാൻ നാട്ടുകാർ വിസമ്മതിച്ചിരുന്നു. പിന്നീട് ADM അടക്കം വന്ന് ചർച്ച നടത്തിയ സാഹചര്യത്തിലാണ് അത്തരം ഒരു തീരുമാനത്തിലേക്ക് പിന്നീട് മൃതദേഹം വീട്ടിൽ ഇറക്കിയത്. അവിടെ സംസ്കാര ശുശ്രൂഷകൾ നടന്നു. മാനന്തവാടി രൂപത ബിഷപ്പ് അടക്കമുള്ളവർ ആ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷമാണ് പുൽപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലേക്ക് മൃതദേഹം എത്തിച്ചത്. അവിടെ ഏതാണ്ട് 4:30 ആ മൃതദേഹം അവിടെ എത്തിച്ചു. അവിടെ സംസ്കാര ചടങ്ങുകൾ, അതിന്റെ ശുശ്രൂഷകളടക്കം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ മൃതദേഹം സംസ്കരിക്കും. അജിംഷാദ്.
ശരി, എന്തായാലും ആന്റണി ജിസ് ജോർജാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. പോളിൻ്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ സഹായധനം പ്രഖ്യാപിച്ചത്. പോളിൻ്റെ ഭാര്യയ്ക്ക് സർക്കാർ ജോലി നൽകാനും കുട്ടികളുടെ പഠന ചെലവ് ഏറ്റെടുക്കാനും ഒക്കെ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. ഈ ഉറപ്പ് ADM-ന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം പോളിൻ്റെ വീട്ടിലെത്തി ഉത്തരവ് വായിച്ച് കേൾപ്പിച്ചു. അതിനുശേഷമാണ് പ്രതിഷേധങ്ങൾ മാറിയത്. ഇപ്പോൾ ശവസംസ്കാര ചടങ്ങ് പുൽപ്പള്ളി സെൻറ് മേരീസ് പള്ളിയിൽ പുരോഗമിക്കുകയാണ്. ഇതിൻ്റെ വിവരങ്ങൾ കൂടിയാണ് ഞങ്ങളുടെ പ്രതിനിധി ആന്റണി ജിസ് ജോർജ് നൽകിയത്.